കൃഷിയും വിജ്ഞാനവും ആഗ്രി ആൻഡ് നോളജ് ടോട്ടൽ അഗ്രി കൃഷിയും വിജ്ഞാനവും എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പരിമിതമായ സ്ഥലത്ത് നമുക്ക് വേണ്ട പച്ചക്കറികൾ നാം തന്നെ ഉൽപ്പാദിപ്പിക്കേണ്ടത് ഇന്നത്തെ കാലത്ത് ആവശ്യമായി വന്നിരിക്കുന്നു. പച്ചക്കറിക്ക് ഉത്തമമായ ലിക്വിഡ് ജൈവവളം എങ്ങനെ ഉണ്ടാക്കാമെന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ. ഈ ലിക്വിഡ് ഫെർട്ടിലൈസർ ഉണ്ടാക്കുവാൻ നമുക്ക് 2 ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. ഒന്ന് കടലപ്പിണ്ണാക്ക്, വേറൊന്ന് വേപ്പിൻ പിണ്ണാക്ക്. വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും നമുക്ക് പീസസ് ആയിട്ടും ലഭിക്കും, അല്ലാതെ പൊടിയായിട്ടും കടകളിൽ ലഭിക്കും. പൊടിയായിരിക്കും കുറച്ചുകൂടെ ഉത്തമം. കടലപ്പിണ്ണാക്ക് 1 കിലോയ്ക്ക് ഏതാണ്ട് 70 രൂപയോളം വരും. വേപ്പിൻ പിണ്ണാക്ക് 44 രൂപയ്ക്കൊക്കെ ലഭിക്കുന്നതാണ്. കപ്പലണ്ടി പിണ്ണാക്ക് നല്ല ഒരു ജൈവവളമാണ്. പ്രത്യേകിച്ചും ടെറസ് കൃഷി ചെയ്യുമ്പോൾ ചാണകം പോലെയുള്ള ജൈവവളങ്ങൾ ലഭിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് കടലപ്പിണ്ണാക്ക് ഉപയോഗിക്കാം. കപ്പലണ്ടി പിണ്ണാക്ക് ഉപയോഗിച്ചാൽ വിളകൾ നല്ല രീതിയിൽ വളർന്ന് നമുക്ക് നല്ല വിളവ് ലഭിക്കും. കടലപ്പിണ്ണാക്ക് എങ്ങനെ ലിക്വിഡ് ഫെർട്ടിലൈസറായി ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. കപ്പലണ്ടി പിണ്ണാക്ക് അഥവാ കടലപ്പിണ്ണാക്ക് ഒരു കാരണവശാലും ചെടികൾക്ക് നേരിട്ട് ഇട്ട് കൊടുക്കരുത്. ഉറുമ്പുകൾ അത് കൊണ്ടുപോകും. ഇനി കുഴിയെടുത്ത് ഇട്ടാലും ഉറുമ്പുകൾ ശല്യം ചെയ്യും. അതുകൊണ്ട് അത് നേരിട്ട് കൊടുക്കാതെ ഇരിക്കുന്നതാണ് ഉത്തമം. ഇനി ലിക്വിഡ് ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. 1-2 പിടി കപ്പലണ്ടി പിണ്ണാക്ക് എടുത്ത് 1 ലിറ്റർ വെള്ളത്തിലിട്ട് 1 പിടി വേപ്പിൻ പിണ്ണാക്കും കൂടെ മിക്സ് ചെയ്ത് ഒരു 3-4 ദിവസം വയ്ക്കുക. അപ്പോൾ കപ്പലണ്ടി പിണ്ണാക്ക് നന്നായി പുളിക്കും. ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. ഇനി ഇതിൻ്റെ തെളിയെടുത്ത് നേർപ്പിച്ച് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. ആഴ്ചയിലൊരിക്കൽ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. പുളിപ്പിച്ച കപ്പലണ്ടി പിണ്ണാക്ക് കൊണ്ട് ഉറുമ്പിൻ്റെ ശല്യവും ഉണ്ടാകാറില്ല. ഈ കടലപ്പിണ്ണാക്കിൻ്റെ മിശ്രിതം തെളിയെടുത്ത് വളരെ നേർപ്പിച്ച്, അതായത് 5 ഇരട്ടി വെള്ളം ചേർത്തിട്ട് വേണം നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ. ചെടികളുടെ വലിപ്പമനുസരിച്ച് നമുക്ക് ഈ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കൂടുതലും കുറവും നമുക്ക് കണ്ടാൽ അറിയാമല്ലോ. ചെറിയ ചെടികൾക്കും വലിയ ചെടികൾക്കും വലിപ്പം കണക്കാക്കി നമുക്ക് ഈ ലിക്വിഡ് ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുക്കാം. ആവശ്യാനുസരണം ഒഴിക്കുകയാണെങ്കിൽ ആ ചെടികൾ നല്ല വിളവ് നമുക്ക് നൽകും. ചെലവ് കുറഞ്ഞതും വളരെ എളുപ്പം ഉണ്ടാക്കാവുന്നതുമായ ഒരു ജൈവ ലിക്വിഡ് ഫെർട്ടിലൈസറാണ് ഈ പറഞ്ഞത്. കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും വളരെയധികം ചെടികൾക്ക് പ്രയോജനപ്രദമായ ജൈവവളങ്ങളാണ്. ഞാൻ എൻ്റെ കൃഷിയിലെ മുളക്, തക്കാളി, ക്യാപ്സിക്കം, വഴുതന, ചുവന്ന വെണ്ട, ആനക്കൊമ്പൻ വെണ്ട, പച്ച വെണ്ട എന്ന് വേണ്ട എല്ലാ പച്ചക്കറികൾക്കും ഈ ലിക്വിഡ് ഫെർട്ടിലൈസറാണ് ഉപയോഗിക്കുന്നത്. നല്ല വിളവും തരുന്നുണ്ട്. നിങ്ങളേവരും ഇത് ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്ക് മനസ്സിലാകും എല്ലാ ചെടികളും നല്ല രീതിയിൽ വിളവ് നൽകും എന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒപ്പം കൃഷിയും വിജ്ഞാനവും എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.
കൂടുതൽ കൃഷി അറിവുകൾക്കായി കൃഷിയും വിജ്ഞാനവും ആഗ്രി ആൻഡ് നോളജ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും ചെയ്യുക. താങ്ക് യു. Subscribe now and press the bell icon. Never miss an update.